ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ് ട്ടോ നമ്മുടെ രണ്ട് മുളക് മരം കണ്ടില്ലേ? ഇലൻ്റെയൊക്കെ അവസ്ഥ ആകെ ചുക്കി ചുളിഞ്ഞ് ചുരുണ്ട് മടങ്ങിയിട്ടാണ് ഇലകളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ മുളക് മരമൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പറിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെയ്യണ പോലെ ഇതുപോലെ മരത്തിൻ്റെ മുകളിൽ ഒറ്റ ഇലയും വെക്കണ്ട, തൂമ്പും ഇലയും എല്ലാ ഇലയും നുള്ളിയിട്ട് ഇതുപോലെ വൃത്തിയാക്കി വെക്കുക കേട്ടോ. മരത്തുമ്പോൾ ഒരു ഇലയും വേണ്ട, കണ്ടില്ലേ? ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളൊരു മരുന്നൊക്കെ തെളിച്ച് കൊടുക്കണ്ടേ. ഇപ്പോൾ നമ്മളിതാ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ അസുഖം പിടിച്ച് നിൽക്കണം, അപ്പോൾ മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മണ്ണിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മരുന്ന് തളിച്ച് കൊടുക്കേണ്ടത്. അതായത് പുതിയ ഇല വരുന്ന സമയത്ത് കേട്ടോ. അപ്പം ഞാനിവിടെ 3-ാമത്തെ ദിവസമാണ് മരുന്ന് തളിച്ച് കൊടുത്തിട്ടുള്ളത്. മരുന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള മരുന്നൊന്നും അല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മരുന്ന് തന്നെയാണ്. അതായത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കഞ്ഞിവെള്ളം നല്ലൊരു മരുന്നാണ് കേട്ടോ, പയറിനും മുളകിനൊക്കെ. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നനവില്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഞ്ഞിവെള്ളത്തിന് കട്ടി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒന്ന് കട്ടി കുറച്ചിട്ട് വേണ്ട തെളിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെ കൂടെ നമ്മുടെ അലക്ക് സോപ്പ് ഉണ്ടല്ലോ, ബാർ സോപ്പ്, അതും വേപ്പെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും. ഇപ്പം ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ നമ്മളെ മുളക് മരത്തും ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മുളക് മരത്ത് നല്ല സുന്ദരമായ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ 2 ദിവസം ഇടപെട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുളക് മരത്തിൻ്റെ ഇലകളൊക്കെ സൂപ്പറായിരിക്കും, കീടങ്ങളൊന്നും ആക്രമിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾ കൃഷിക്ക് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുളകും തക്കാളിയും ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.